സ്റ്റേ ചെയ്ത ഹോട്ടലിന്റെ ഫ്രിഡ്ജിന്റെ അകത്ത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം വെക്കും. പിന്നെ പൊട്ടിച്ചു മലയെല്ലാം കേറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പൊ ഇഷ്ടപ്പെട്ടു. ഫൈനലി അപ്പൊ ലെവിക്കുട്ടിന് കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. ഇത് താമരയാണെന്ന് തോന്നുന്നത്. എല്ലാവരുടെ ഡെയിലി ജേണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അൽബാനിയയിലെത്തി. സോ ചിറാനയിലാണ് നമ്മളിന്ന് കറങ്ങാൻ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് തൊട്ടിട്ട് ടൂറിസ്റ്റ് ഗൈഡിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാക്കേജ് 3 ദിവസത്തേക്കാണ് എടുത്തത്. അച്ഛന് സർപ്രൈസ് കൊടുത്തെങ്കിലും ഫ്രൈഡേ തൊട്ടിട്ട് ഉള്ളൂ, ഈവനിങ് തൊട്ടിട്ട് അച്ഛൻ ഫ്രീ ആവത്തുള്ളൂ. വർക്കിംഗ് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വർക്ക് ഫ്രം ഹോമിന് പകരം വർക്ക് ഫ്രം ഹോട്ടൽ എടുത്തു. എന്നിട്ട് നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒന്ന് പോയി. അതിനുശേഷം നമ്മൾ നമ്മുടെ ഗൈഡിനെയും കൊണ്ട് നേരെ ചിറാന കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ജസ്റ്റ് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും കാണിച്ചു തരും. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വോയിസ് നോട്ട് ഇടാം. ഓക്കെ. ഞങ്ങൾ അൽബേനിയയിലെ ചിറാന എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ എത്തിയത്. തേഴ്സ്ഡേ ഈവനിങ് ആണ് എത്തിയത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് ഈ കാണിക്കുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നല്ലൊരു അടിപൊളി ഹോട്ടലാണ്. ഫുഡ് ആണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. അച്ഛയ്ക്ക് സർപ്രൈസ് കൊടുത്തത് കൊണ്ട് തന്നെ തേഴ്സ്ഡേ ഈവനിങ് വന്നത് കാരണം ഫ്രൈഡേ അച്ഛന് വർക്ക് ചെയ്യണമായിരുന്നു. വർക്ക് ഫ്രം ഹോട്ടൽ ചെയ്തു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ലെവിക്കുട്ടിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് കരുതി. ആ സമയമായപ്പോഴത്തേക്ക് റൂമെല്ലാം ക്ലീൻ ചെയ്യുന്ന സമയമായിരുന്നു. ഷെഫ് ആൻഡി കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലായിടത്തും പോകുന്നത്. ഈവൻ ലെവിയുടെ ഫുഡിൻ്റെ കാര്യം ഞാൻ കുറച്ച് കൺസേൺ ആണ്, വേറൊന്നും കൊണ്ടല്ല. ലെവിക്ക് എഗ്ഗ് കഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് മിക്ക സ്ഥലങ്ങളിലും എഗ്ഗാണ്, പിന്നെ ബ്രെഡാണ്. അത് കുഞ്ഞിന് ചില സമയത്ത് ഇറക്കാൻ കുറച്ച് പ്രയാസമാണ്. ഞാൻ വരുമ്പോഴേ നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം വെക്കും. പിന്നെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ആപ്പിളും സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ കാണും. പെപ്പർ, സോൾട്ട് ഇതെല്ലാം ഉണ്ട്. ഗീ, ഇത് മമ്മി പൊടിച്ചിട്ടുള്ള ഒരു ധാന്യത്തിൻ്റെ പൗഡറാണ്. പിന്നെ അവൻ്റെ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ബോട്ടിൽസും കാര്യങ്ങളും. പിന്നെ മിൽക്ക് പൗഡർ ഫോർമുലയുടെ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്, കൗ ആൻഡ് ഗേറ്റ്. ഇതിനകത്ത് ഞാൻ എപ്പോഴും അരിയും അതുപോലെ തന്നെ ഇതും കൊണ്ടുപോകും. ഇതും കൂട്ടത്തിൽ വെജിറ്റബിൾസും കൂടി ഇട്ടിട്ടാണ് ഞാൻ അവന് ഫുഡ് സെറ്റ് ചെയ്യുന്നത്. സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇതും കൊണ്ടാണ് കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്. പല ആൾക്കാരും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലപ്പോഴും എനിക്ക് വീഡിയോ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലഭിക്കുന്നുണ്ടായത് കാരണം ഹോളിഡേക്കും കൂടെ വന്നത് കാരണം ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല കേട്ടോ. ഇപ്പം ഞങ്ങൾ എടുക്കുന്ന അപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഹോട്ടലിലാണെങ്കിലും ഞങ്ങൾ ലെവിക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യത്തുള്ളൂ. ലെവിക്കുന് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു 2 months തൊട്ട് ലെവി പ്രാക്ടീസ്ഡാണ്. അവന് ഇഷ്ടപ്പെട്ടൊരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞങ്ങളും അവൻ്റെ കൂട്ടത്തിൽ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. തിരിച്ച് സ്വിമ്മിംഗ് പൂളിലെല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ ഫുഡ് റെഡിയായി ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ലെവിക്കുനും ഇപ്പോൾ അത് യൂസ്ഡ് ആണ്. അവനറിയാം ഫുഡ് സെറ്റാക്കുന്ന ടൈം. അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് ഞാൻ 2 പാത്രത്തിലാക്കിയിട്ട് വെക്കും. കുറച്ച് അവന് ഉച്ചയ്ക്ക് കൊടുക്കും, കുറച്ച് നൈറ്റിൽ കൊടുക്കും. ഇത് കൂടാതെ ഞങ്ങൾ കഴിക്കുന്ന ഫുഡെല്ലാം തന്നെ അവനും കഴിക്കും കേട്ടോ. ചിക്കൻ ആയാലും ഫിഷ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും റൈസ് ആണെങ്കിലും പാസ്ത ആണെങ്കിലും ഒക്കെ തന്നെ. ഫുഡൊക്കെ കഴിച്ച് ലെവിക്കുട്ടൻ ഉറങ്ങി ഫ്രഷായി. അച്ഛൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഈവനിങ് തൊട്ടിട്ടുള്ള പാക്കേജാണ് നമ്മൾ ഗൈഡായിട്ട് എടുത്തത്. ഗെറ്റ് യുവർ ഗൈഡ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗൈഡിനെ ബുക്ക് ചെയ്തത്. അപ്പോൾ ലെവിക്കുട്ടൻ കൊടുക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. നമ്മൾ ഇന്ന് പാക്കേജ് എടുത്തിരിക്കുന്നത് വൈകിട്ട് 5 മണിക്ക് ഇട്ടിട്ടാണ്. അച്ഛന് സർപ്രൈസ് കൊടുത്തെങ്കിലും ഇന്ന് വർക്കിംഗ് ഡേ കൂടിയാണ്. ഈവനിങ് 5 to 9 ആണ് നമ്മൾ ഗൈഡിനെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളിലും പല രീതിയിലായിട്ടാണ് കേട്ടോ ബുക്ക് ചെയ്യാറുള്ളത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യും, ചിലപ്പോൾ പ്രൈവറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്യുന്നത്. ഈ പ്രാവശ്യം പ്രൈവറ്റ് ആയിട്ടാണ് ബുക്ക് ചെയ്തത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, അച്ഛന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു. എല്ലാ പ്രാവശ്യവും എനിക്കാണ് സർപ്രൈസ് തരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പെർഫെക്റ്റ് ആക്കണമെന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ 3 ദിവസത്തേക്കാണ് ഗെറ്റ് യുവർ ഗൈഡ് എന്നുള്ള ആപ്പ് ഉപയോഗിച്ചിട്ട് ഗൈഡിനെ എടുത്തത്. ഈ പുള്ളിക്കാരൻ നമുക്ക് ചാറ്റ് ചെയ്ത് പ്രൈവറ്റ് ആയിട്ട് അങ്ങനെയാണ് പുള്ളിയുടെ ഒരു പാക്കേജ് എടുത്തത്. അറൗണ്ട് 300 pounds ആയി.
നമ്മൾ ടിപ്പും കൂടെ കൊടുത്തതിൻ്റെ ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്. അത് കൂടാതെ നമുക്ക് പുള്ളിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ നമ്മൾ പോകുന്നോ കഴിക്കുന്നോ അതെല്ലാം തന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പുള്ളിയുടെ ചാർജ് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിത് ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആർക്കെങ്കിലും പോകാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരാളാണ്. അതുമാത്രമല്ല കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ദേ അൽബേനിയയുടെ മാപ്പാണ് ആ ബിൽഡിങ്ങിൽ കാണുന്നത്. നൈറ്റിൽ ലൈറ്റൊക്കെ കത്തുന്നിടത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നതാണ് പുള്ളി പറഞ്ഞത്. നമുക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ആ സൈഡിലേക്ക് പിന്നീട് പോയില്ല. പിന്നെ നമ്മുടെ മദർ തെരേസയുടെ നാടും കൂടിയാണ് അൽബേനിയ. ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾക്ക് മുകളിലേക്ക് കയറാൻ ലെവിയും കൊണ്ട് പറ്റില്ലായിരുന്നു. അപ്പോൾ പുള്ളിയാണ് ലെവിയെ ടേക്ക് കെയർ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു പുള്ളിയെ കൊണ്ട് പോകാനും. അതുപോലെ തന്നെ പുള്ളി നമ്മളെ ഓരോ സ്ഥലങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സിറ്റി വാക്ക് ടൂർ ഓൾമോസ്റ്റ് ഒരു 8:15 ഒക്കെ ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുള്ളി ഞങ്ങളെ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചതിന് ശേഷം പുള്ളിയെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചും കൂടെ റിലാക്സ് ചെയ്ത് ചെറിയൊരു വാക്കൊക്കെ നടത്തി അച്ഛനെ ഒന്ന് ചില്ലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ പുള്ളിയോട് പറഞ്ഞു ഞങ്ങൾ തന്നെ ടാക്സി പിടിച്ച് പോയിക്കോളാമെന്ന്. 5 പൗണ്ട്സേ ആയുള്ളൂ നമ്മുടെ റൂമിലേക്ക് പോകാനും. അപ്പോൾ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ ഇന്ന സമയത്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 12:30 കഴിഞ്ഞപ്പോഴാണ് കേട്ടോ റൂമിലേക്ക് എത്തിയത്. ലെവിക്കുട്ടൻ ആ സമയമായപ്പോഴത്തേക്ക് ഉറങ്ങി. ഇപ്പോൾ ലെവിക്കുട്ടൻ ഞങ്ങളുടെ കൂടെ യൂസ്ഡ് ആണ്. പല സ്ഥലങ്ങളിലും പോയി പല ടൈമിങ് അവനും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അവന് തന്നെ അറിയാം ഒന്നും ഒരു പ്രോപ്പർ അല്ലാന്ന്. ഞങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കിടന്നുറങ്ങും, ഞങ്ങൾ എണീക്കുന്ന സമയത്ത് ആൾ എണീക്കുകയും ചെയ്യും. പുള്ളി പറഞ്ഞതുപോലെ തന്നെ രാവിലെ എത്തിയിട്ടുണ്ട്. ഇന്ന് കൊണ്ടുവന്ന സ്ഥലം ഒരു കിടുക്കാച്ചി സ്പോട്ടാണ് കേട്ടോ. ഈ സ്പോട്ടിൻ്റെ പേര് ക്രുവേ എന്നാണ്. ഇവിടെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് ഞാൻ വഴിയേ പറയാം. അതിനു മുമ്പേ നമ്മൾ രാവിലെ തന്നെ വന്നത് കാരണം അച്ഛനൊരു കോഫി നിർബന്ധമാണ്. അത് കുടിച്ചിട്ട് കുറച്ച് ചേഞ്ചൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് വഴിയെ പോകുമ്പോൾ ഫ്രിഡ്ജ് മാഗ്നറ്റോ വേറെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1000 ലെക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ 7-8 പൗണ്ട്, അതായത് 800-850 രൂപ വരും കേട്ടോ. ഇവിടുത്തെ മെയിൻ ഷോപ്പിംഗ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആൻറ്റിക്സും ജ്വല്ലറിയും അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് സുവനിയേഴ്സും ഉണ്ട്. ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. റീസണബിൾ പ്രൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, മേടിക്കാനും ഇൻട്രസ്റ്റ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് വളരെ ചീപ്പ് ആയതുകൊണ്ട് വെയിറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ ലെവി ഉണ്ടായത് കാരണം ഞാൻ എപ്പോഴും ഒരു എക്സ്ട്രാ 30 കിലോസിൻ്റെ ബാഗ് എടുക്കും. നമ്മൾ ബുക്ക് ചെയ്യുന്ന ഫ്ലൈറ്റിൽ ചിലപ്പോൾ ഹാൻഡ് ലഗേജ് മാത്രമേ പറ്റത്തുള്ളൂ. അത് ഇനഫ് ആവത്തില്ല. ലെവിയുടെ ഫുഡ് പ്രോസസ്സറും അതുപോലെ തന്നെ ഫുഡും പിന്നെ ചട്ടിയും കലവും അതുപോലെ തന്നെ കുറുക്കിൻ്റെ പൗഡറൊക്കെ ആയിട്ട് ലഗേജിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എവിടെ പോയാലും എക്സ്ട്രാ ബാഗേജ് എടുക്കും. ഇൻ കേസ് ഞങ്ങൾക്ക് ഹാൻഡ് ബാഗ് മാത്രമേ ക്യാരി ചെയ്യാൻ പറ്റുള്ളെങ്കിൽ. അപ്പോൾ ഇനി ക്രുവയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഇതൊരു ടർക്കിഷ് വില്ലേജ് ആണ്. ഇവിടുത്തെ നാഷണൽ ഹീറോ എന്ന് പറയുന്നത് സ്കാൻഡർബർഗ് ആണ്. സോ അൽബേനിയയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത ഹീറോയാണ് സ്കാൻഡർബർഗ്. ഇതൊരു അൽബേനിയൻ വില്ലേജ് ആയിരുന്നു. ടർക്കിഷ് എംപയർ ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതൊരു ടർക്കിഷ് വില്ലേജ് ആയത്. ക്രുവയുടെ നേച്ചർ ബ്യൂട്ടി എന്ന് പറയുന്നത് അടിപൊളിയാണ്. അത് യുണീക്കുമാണ്. പ്രത്യേകിച്ച് കൾച്ചറിലും ഹിസ്റ്റോറിക്കും കൂടെ മിക്സ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഫീലാണ് കേട്ടോ. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും കിഡുമായിട്ടാണ് വരുന്നത്. പിന്നെ നല്ല വെതർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റി. ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ നമുക്ക് കാർ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. ഡൗണിലാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വർക്ക് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്, പക്ഷേ നമുക്ക് സ്ട്രോളർ ഉപയോഗിച്ച് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ഞാൻ ഡെഫറൻറ്റ് ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത്. പല സ്ഥലങ്ങളിലും ലെവിയെ പൊക്കി എടുത്തുകൊണ്ടാണ് നടന്നത്. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി വെച്ചിട്ട് ഞങ്ങൾ സ്ട്രോളർ ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ച് എന്നല്ല പറയുന്നത്, ഒരു റെസ്റ്റോറൻറ്റിൽ പുള്ളിക്ക് പരിചയമുള്ള റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ലെവിയായിട്ട് നമ്മളെല്ലായിടത്തും കറങ്ങിയത്. ലെവിയും ഞങ്ങളുടെ കൂടെ നന്നായിട്ട് സഹകരിച്ചു. കാണേണ്ട സ്ഥലങ്ങളിലെല്ലാം അവൻ ഞങ്ങളുടെ കൂടെ ഉണർന്നിരുന്ന് കണ്ട് ഫോട്ടോസൊക്കെ എടുത്തു. വണ്ടിയിൽ കയറാൻ നേരത്താണ് ആൾ നല്ല ഉറക്കം ഉറങ്ങുന്നത്. പിന്നെ വണ്ടിയിൽ കയറുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ ആൾക്ക് ഫുഡും കാര്യങ്ങളും നാപ്പിങ് ചേഞ്ച് ചെയ്യും. അപ്പോൾ പുള്ളിക്ക് നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലെവിയായിട്ട് എങ്ങനെയാണ് ട്രാവലിങ്ങിന് പോകാൻ നേരത്തെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ നാഷണൽ ഹീറോ സ്കാൻഡർബർഗ്. ഞാൻ വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്ക് മിക്സ് ചെയ്ത് പറയുന്നുണ്ട്. ഇവിടുത്തെ പെൺപിള്ളേർക്ക് ഭയങ്കര ബ്യൂട്ടിയാണെന്നാണ് പറയുന്നത്. സത്യമാണ്. എല്ലാവരെയും കണ്ടാൽ അടിപൊളി ലുക്കാണ്. പിന്നെ ഇവിടുത്തെ മോഡേൺ ആയിട്ട് കാണാനും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഫൈനലി നമ്മൾ കാസിൽ ഓഫ് ക്രുവയുടെ ടോപ്പ് വ്യൂവിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ക്രുവ ഫുള്ളും കാണാൻ പറ്റും. നമ്മൾ ഏതൊരു സ്ഥലത്ത് പോയാലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? ആ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് അവിടുത്തെ ബ്യൂട്ടി നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലൊരു ഗൈഡിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറ്റും. പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരുന്നു. പുള്ളിക്ക് 3 ആമക്കളാണ്. അതുകൊണ്ട് തന്നെ ലെവിയായിട്ട് കളിക്കുന്ന കളി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. പിന്നെ പുള്ളി ഫോട്ടോ എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഭയങ്കര പേഷ്യൻസ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇനഫ് ടൈം കിട്ടി. പിന്നെ റിലാക്സ്ഡ് ആയിരുന്നു.
അതാണ് മെയിനായിട്ടുള്ള കാര്യം. പ്രൈവറ്റായിട്ട് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പായിട്ട് പോകുന്നിടത്ത് ലിമിറ്റഡ് ടൈമാണ്, അതാരെയും പറയാൻ പറ്റില്ല. കാരണം 10-12 ആൾക്കാരാണ്, ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി സുവനീഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെ പോയാലും ഞാൻ അക്കായ്ക്കും അതുപോലെ തന്നെ മമ്മിക്കും എടുക്കും കേട്ടോ. പ്രത്യേകിച്ച് മദർ തെരേസയുടെ മമ്മി കേട്ടപ്പോഴേ പറഞ്ഞു എനിക്കൊന്ന് വേണമെന്ന്. അതൊക്കെ മേടിച്ച് നമ്മളിപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്ന ലേക്ക് പൊവിയിലേക്കാണ്. ഈ റോഡ് കണ്ടാലേ നമുക്ക് മുകളിലേക്ക് കയറാൻ തോന്നത്തില്ല. പക്ഷേ നമ്മുടെ ഗൈഡ് പറഞ്ഞു മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർത്തിട്ടാണെന്ന്. ഞങ്ങൾക്കൊരു പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി മാത്രം പോകാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടൊക്കെ നമ്മൾ ഈ നീലക്കുറിഞ്ഞി കാണാൻ മൂന്നാറിൽ പോകുന്ന അതുപോലെയാണ്. ഒരു വണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് ഒരു വണ്ടി ഇറങ്ങത്തില്ല. അവിടെ ഒരേ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ അല്ലാതെ വേറൊരു സംഭവം പറ്റില്ല. പ്രത്യേകിച്ച് നാടൻ ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്ക് തീരാൻ പറ്റില്ല. ഇവിടെ നാടൻ ചിക്കനും നാടൻ ഗോട്ടും അവർ വളർത്തുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഓപ്ഷൻ ഒന്നും തന്നെ ഇല്ല കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ, ഈ ഗൈഡ് ഭയങ്കര ഫോഴ്സ്ഡാണ് ചില സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ. മേ ബി പുള്ളിക്ക് കമ്മീഷൻ കിട്ടുന്നത് കാരണമായിരിക്കാം. എനിവേ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പുള്ളി തന്നതുകൊണ്ട് അതൊക്കെ നമുക്കങ്ങ് മറക്കാം. ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഹാപ്പി അല്ല. പുള്ളി കൊണ്ടുവന്ന സ്ഥലങ്ങളിൽ എല്ലാം ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ഥലത്ത് കയറി പറ്റാൻ അറൗണ്ട് 30-35 മിനിറ്റ്സ് എടുക്കും. പക്ഷേ പുള്ളി 20 മിനിറ്റ്സും കൊണ്ട് ലവി എത്തിച്ചു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അതെ ഈ കുന്നുമലയെല്ലാം കയറി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ലവിക്കുട്ടിനെ എടുത്തത് ഡെഫ്രനാണ്. ഡെഫ്രൻ, ഹാറ്റ്സ് ഓഫ് ടു യു. താങ്ക് യു. ഞാൻ ശരിക്കും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഗൈഡ് കൂടിയാണ്. പുള്ളിയാണ് ലവിക്കുട്ടിനെ എടുത്ത് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് അവിടെയും കൂടെ പോകണം എന്നാണ് പറയുന്നത്. ആ സ്പോട്ടിലൊക്കെ പോയി ഞാനൊരു ഫോട്ടോയോ വീഡിയോയോ എടുത്ത് മമ്മിക്കോ അക്കയ്ക്കോ ഡാഡിക്കോ ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ചീത്തവിളി കേൾക്കും, ഉറപ്പാണ്. ഞാൻ ഹൈക്കിംഗ് ഷൂ കൂടിയല്ല ഇട്ടേക്കുന്നത്. നോക്കി ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയിട്ട് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കട്ടോ. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റും ഞാൻ നോക്കട്ടെ. വെയിറ്റ് സെക്കൻഡ്. ലവിക്കുട്ടിന് 11 മന്ത് ഉള്ളപ്പോഴാണ് നമ്മൾ ഈ ഹൈക്കിംഗ് എക്സ്പീരിയൻസ് ട്രൈ ചെയ്തിരിക്കുന്നത്. അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾമോസ്റ്റ് ഇപ്പോൾ 11 കൺട്രീസും എബവ് 50 സിറ്റീസുമാണ് നമ്മൾ കവർ ചെയ്തത്. ആ സമയങ്ങളിലൊന്നും നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഇത് ആദ്യത്തെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഇത് ട്രൈ ചെയ്യുന്നതാണ്. ഇവിടെ നിന്ന് ഒരുപാട് ഇൻസ്റ്റയിൽ ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനൊരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാണിക്കുന്ന സ്പോട്ടിൽ നിന്ന് ആളുകൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. അവിടെ പോയി ഫോട്ടോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ലെവി ഉണ്ടായത് കാരണം അങ്ങനത്തെ റിസ്ക്കുകളൊന്നും തന്നെ എടുക്കത്തില്ല. അല്ലെങ്കിൽ ഞാനും അച്ചായ ഒന്ന് ട്രൈ ചെയ്തേനെ കേട്ടോ. അങ്ങനെ നമ്മുടെ ലവിക്കുട്ടൻ എവിടെ ചെന്നാലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. എല്ലാവരോടും ഹായ് ബായ് ഒക്കെ പറയും. പിന്നെ ഇറങ്ങുന്ന സമയമാണെങ്കിലും ഡെഫ്രൻ കണ്ടോ ലെവിയെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഭയങ്കര കെയർലെസ് ആയിട്ടാണല്ലോ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നതെന്ന് റീൽസ് കണ്ടപ്പോൾ. അല്ല കേട്ടോ, പുള്ളി ഭയങ്കരമായിട്ടാണ് അവനെ ടേക്ക് കെയർ ചെയ്തത്. ഇറങ്ങുന്ന വഴിയിലെല്ലാം ലെവി ഓരോരുത്തരെയും പരിചയപ്പെട്ട് ഹായ് ബായ് ഒക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നത്. പിന്നെ ഞങ്ങൾ ചെറിയൊരു സ്പോട്ടും കൂടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തേക്ക് എൻ്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ വന്നത് സ്പാ ചെയ്യാനാണ്. ഈവനിങ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പാ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒടുക്കത്തെ വിശപ്പായിരുന്നു. ബേസ്മെൻറ്റിലാണ് ഇവരുടെ സ്പായും സംഭവങ്ങളും എല്ലാം കേട്ടോ, സ്വിമ്മിംഗ് പൂളും. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അപ്പോൾ അച്ചായോട് വിളിച്ചു പറഞ്ഞു ലെവിയെക്കുട്ടി താഴെ വരാൻ. അങ്ങനെ അവിടുന്ന് തന്നെ ഫുഡ് കഴിച്ചു. നമ്മൾ ഇന്ന് ആൽബേനിയയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറയാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഫെൽച്ച് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് താമരയാണെന്നാട്ടോ തോന്നുന്നത്. നടക്കാൻ നല്ല ഭംഗിയുണ്ട്. അച്ചായും നമ്മുടെ ഗൈഡും ലെവിക്കുഞ്ഞും നേരെ ഫ്രണ്ടിൽ നടന്നു. സോ ഇന്ന് നമ്മുടെ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന ഹോട്ടലിൽ നിന്നൊരു 1 hour ഡ്രൈവ് ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്താണെന്ന് എനിക്കറിയില്ല. ലേക്ക് സൈഡാണ്, താമര കുറേ ഉണ്ട്. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് പുള്ളിയോട് തന്നെ ചോദിച്ചിട്ട് ഞാൻ വോയിസ് ഓവറിൽ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. പുള്ളിക്ക് നെക്സ്റ്റ് ഡേ ആയപ്പോൾ മനസ്സിലായി ഞാൻ ചെറിയൊരു ഇൻഫ്ലുവൻസർ ആണെന്ന്. അത് കാരണം പുള്ളിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങളെ കൊണ്ടുപോകണം, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കണമെന്ന്. നമ്മളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ലേക്ക് ബെൽഷിലാണ്. ഇവിടെ നിന്ന് ബോട്ട് കയറി നമുക്ക് ഇനൊരു ലേക്കിലേക്ക് പോവാം. പക്ഷെ നമുക്കതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. ഓൺ ദി വേയിൽ ഞങ്ങൾ ഒലീവ്സിന് അവിടെ നിർത്തി കേട്ടോ. 12 മില്യൺ ഒലീവ് ട്രീസ് ആണ് നമ്മുടെ അൽബേനിയയിലുള്ളത്. അതുകൂടാതെ 150 ടൺസ് ഒലീവ് ഓയിലും അൽബേനിയയിൽ നിന്ന് എല്ലാ വർഷവും അവർക്ക് ലഭിക്കും. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് 120 ടൺസ് ഒലീവ്സ് ഇവിടുന്ന് കിട്ടുന്നതാണ് ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് കൊണ്ടുവന്ന റെസ്റ്റോറൻറ്റ് തലേദിവസം ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഫിഷ് അതുപോലെ തന്നെ ചിക്കൻ ഉള്ള കടയിൽ വേണം ഞങ്ങളെ കൊണ്ടുവരാന്ന്. കാരണം ലെവിക്കുട്ടനും അത് രണ്ടുമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. പ്രോൺസ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സാൽമൺ, സീ ബ്രീം അല്ലെങ്കിൽ
സീബാസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫിഷ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെവിക്കും കഴിക്കാൻ പറ്റും. ലെവിക്കൊന്നു വേണ്ടി ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാലും നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഞാൻ കൊടുക്കും. പാസ്ത അതുപോലെ തന്നെ സ്പെഗറ്റി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ലെവിക്ക്. ഇപ്രാവശ്യം വന്നതൊരു ഫിഷ് റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഐറ്റംസ് ഒന്നും തന്നെയല്ല, ഓൺലി ഫിഷ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. സ്പെഗറ്റി ഈ പറഞ്ഞതുപോലെ സ്ക്വിഡ് ഒക്കെ ഉണ്ടായത് കാരണം ഞാൻ സ്പെഗറ്റി അധികം കൊടുത്തില്ല, ഫിഷ് മാത്രമേ കൊടുത്തുള്ളൂ. ഇവിടുന്ന് കഴിച്ചു കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഞാൻ കേട് അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി അവന് വിശക്കുവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ റൈസ് നേരത്തെ അവിടെ റെഡിയാക്കി വെച്ചതും കൊടുക്കും. ഈ സ്ഥലത്തിൻ്റെ പേര് ബറാത്ത് എന്നാണ്. ഇത് 2500 വർഷം പഴക്കമുള്ള കാസിലാണ്. സോ നമ്മൾക്ക് ഇവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെ താഴെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം മുകളിലേക്ക് നടന്നു കയറാനേ പറ്റൂ. ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പോൾ ഇഷ്ടപ്പെട്ടു. ഫൈനൽ ഡേയിലേക്ക് വന്നിരിക്കുകയാണ് ഗായ്സ്. ഈ 2500 വർഷം പഴക്കമുള്ള കാസിലാണിത്. സോ ചില കല്ലുകൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ബിൽഡ് ചെയ്തെടുത്താണ്. പക്ഷേ ഇവിടുത്തെ വീടുകളുടെയും അതുപോലെ തന്നെ ഈ കാസിലിൻ്റെ ഒക്കെ ഒരു ഭയങ്കര ഒരു എന്താ രസം. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകാൻ തോന്നില്ല, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. എനിക്ക് തോന്നുന്നു അൽബാനിയയിൽ ഈ കാസിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ബാക്കി നിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചില്ല, ബിക്കോസ് ഇതിൻ്റെ ഭംഗി കണ്ടപ്പോൾ നിങ്ങളോടും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി. ഇവിടെ എല്ലാം ചെറിയ ഹട്ട് പോലെയാണ്. അവിടെ എല്ലാം കുറച്ച് കടകളും കാര്യങ്ങളും ഒക്കെ, അതുപോലെ തന്നെ ഫ്രിഡ്ജ് മാഗ്നറ്റും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാം ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഗൈസ്. അപ്പം ആളുകൾ ഇതേ വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കിന്ന് നൈറ്റാണല്ലോ ഫ്ലൈറ്റ്. അപ്പം ഇനി 1-2 സ്ഥലം കൂടെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഇൻഫോം ചെയ്യാൻ മറന്നുപോയി. നിങ്ങൾ ഒലീവ്സിൻ്റെ തോട്ടം കണ്ടല്ലോ. 12 മില്യൺ ഒലീവ് ട്രീസ് ആണ് നമ്മുടെ അൽബേനിയ കൺട്രിയിലുള്ളത്. അതുകൂടാതെ 150 ടൺസ് ലിറ്റർ ഒരു വർഷം ഇവർ ഒലീവ് ഓയിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ 120 ടൺസ് ഒലീവ് ഇല്ലേ നമ്മൾ കഴിക്കുന്നത്, ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഒലീവ്, അതും ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും ടർക്കി കൺട്രിയിലൊക്കെ പോകുന്ന നേരത്ത് ഒരുപാട് സാലഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെ ഇത്രയും മാത്രം ഒലീവ്സ് ഉണ്ടാക്കുന്നത് കാരണമാണ് ഗൈസ് ഇത് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത്. അപ്പോൾ ദേ ഇവിടുന്ന് നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം. കാസിലിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. എൻഗ്രേവ് ചെയ്ത് നമുക്ക് ഫോട്ടോ ഫ്രെയിംസോ അല്ലെങ്കിൽ പേരോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഭയങ്കര എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മുകളിലേക്ക് നടന്നു. ഈ സ്ഥലങ്ങളിലൊന്നും തന്നെ വണ്ടി കൊണ്ടുവരാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നടക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഇവിടെ കയറി വരാൻ പറ്റുള്ളൂ. 15-20 മിനിറ്റോളം ഉണ്ട്. സോ അവിടെ മുകളിൽ ചെന്ന് നമ്മൾ നിൽക്കാൻ നേരത്ത് കാണുന്ന വ്യൂ ആണ് ഇതെല്ലാം. അതിനുശേഷം ഞങ്ങൾ താഴെ വന്നിട്ടുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. പിന്നീട് പുള്ളി കൊണ്ടുവന്ന് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. ഇത് പ്രോപ്പർ അൽബേനിയാണ്. അൽബേനിയയിൽ നിന്ന് ബൈ പറയാൻ സമയമായി. ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു ബറാസ് ഡല്ലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തിലാണ് വന്നിരിക്കുന്നത്. ഈ സ്ഥലം കറക്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം കേട്ടോ. ഇതെങ്ങാണ്ട് പറഞ്ഞു കുറേ നേരമായി, ഞാൻ മറന്നുപോയി ആ സ്ഥലത്തിൻ്റെ പേര്. ഇപ്പോൾ കറക്റ്റായിട്ട് പറയാം, ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ വന്ന് ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് നേരെ ഇപ്പം എയർപോർട്ടിലേക്ക് പോവാണ്. നല്ല 4 ദിവസമായിരുന്നു അൽബാനിയയിൽ. ഞങ്ങളുടെ ഗൈഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേജും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെ. അപ്പോൾ അടുത്ത സ്പോട്ട് എവിടെയാണ്, ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് കൊടുക്കുന്നതെന്ന് അറിയില്ല. പുതിയ വിശേഷങ്ങൾ വരുന്നുണ്ട്. അതുമാത്രമല്ല മമ്മിയും ഡാഡിയും വരാൻ പോവാണ്. അവർ അടുത്ത ആഴ്ച എത്തും. അപ്പോൾ നമ്മൾ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിരിക്കും. പുതിയ വിശേഷങ്ങൾ നിങ്ങളിവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലവിക്കുണ്ട ഫുഡിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുക. റിപ്ലൈ വൈകുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. So take care guys. Have a great day. Love you all. Bye bye.